ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ്. ആദ്യം നമുക്ക് മലയാളം നോക്കാം. ഒന്നാമത്തെ ചോദ്യം: സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും സൗജന്യമായി പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട് കുട്ടികളുടെ ഡാഷ് ചുവടെയുള്ളതിൽ ഏതു പ്രയോഗമാണ് തുടർന്നു വരാവുന്നത്? മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു, നെഞ്ചിൽ തീ കോരിയിട്ടു, നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു, മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. രണ്ടാമത്തെ ചോദ്യം: സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക എന്ന വാക്യം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത്? ഓപ്ഷൻ എ: എല്ലാവരും പ്രശസ്തരായ ശാസ്ത്രജ്ഞരാകാൻ ശ്രമിക്കണം. ബി: ആകാശ നിരീക്ഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സി: ആകാശത്തേക്ക് വെറുതെ നോക്കിയിരുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണം. ഡി: കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കണം. ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്. കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കണം. മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാനമായ രീതിയിൽ ചേർത്തെഴുതാവുന്ന വാക്കുകളുടെ കൂട്ടം അല്ലെങ്കിൽ കൂട്ടങ്ങൾ ഏതാണ്? കാറ്റ് പ്ലസ് അടിച്ച് കാറ്റടിച്ച്, നീല പ്ലസ് കുന്ന് നീലക്കുന്ന്, ചിറക് പ്ലസ് ഉണ്ട് ചിറകുണ്ട്. അത് മൂന്നും സമാന രീതിയിലാണോ? അല്ല. പുക പ്ലസ് മഞ്ഞ് പുകമഞ്ഞ്, പൂമ്പാറ്റ പ്ലസ് ചിറക് പൂമ്പാറ്റ ചിറക്, നല്ലത് പ്ലസ് അല്ല നല്ലതല്ല, അതും സമാന രീതിയിലല്ല. പച്ച പ്ലസ് കുപ്പായക്കാരൻ പച്ചക്കുപ്പായക്കാരൻ, കണ്ടൽ പ്ലസ് ചെടി കണ്ടൽ ചെടി, കറുമ്പി പ്ലസ് പൈ കറുമ്പിപ്പൈ. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 മാത്രമാണ്. അടുത്തത് അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ കൂട്ടം കണ്ടെത്താനാണ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതായിരിക്കും ശരിയായിട്ടുള്ള അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. അച്ഛൻ, ഇഷ്ടം, യാത്രക്കാർ, സമുദ്രനിരപ്പ്. അഞ്ചാമത്തേത് ശരിയായി ചിഹ്നനം നടത്തിയ വാക്യം ഏത്? അതായത് ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹോ, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച്? നല്ല രസമായിരിക്കുമല്ലേ? ഇങ്ങനെ നീന്തിക്കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ? കുഞ്ഞു മീനുകളെ കണ്ട കുട്ടി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ചിഹ്നങ്ങൾ ശരിയായി വന്നിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. ആൻസർ ഓപ്ഷൻ ബി. ആറാമത്തെ ചോദ്യം: വാക്കും അർത്ഥവും തമ്മിൽ ശരിയായി യോജിപ്പിച്ചിട്ടുള്ള ജോഡികൾ കണ്ടെത്താനാണ്. അന്തി സന്ധ്യ ശരിയാണല്ലേ. അല്ലൽ ദുഃഖമാണ്, കാടല്ല, അപ്പോൾ അത് തെറ്റാണ്. മെയ് ശരീരം ശരിയാണ്. കാനനം എന്താണ്? കാടാണ്. മുഖം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. മുഖം ആനനമാണ്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് രചനകളുടെയും എഴുത്തുകാരുടെയും പേരുകൾ ചേരുംപടി ചേർക്കാനാണ്. ചിറകുള്ള ബസ് വിഷ്ണുപ്രസാദ്, കൃഷ്ണഗാഥ ചെറുശ്ശേരി, കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എസ് ശിവദാസ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി 1 സി 2 ഡി 3 ബി. അടുത്തത് നഞ്ച എന്ന കവിതയിലെ ആ തോടും ചത്തുപൊങ്ങി നാത്തോടും ചത്തുപൊങ്ങിയത് എന്ന വരിയുടെ ശരിയായ ആശയം എന്താണ്? തോട്ടിലെ ജീവികൾ നശിച്ചു, തോടാകെ മലീമസമായി, തോട്ടിൽ വെള്ളം പൊങ്ങി. എന്താണ്? ഓപ്ഷൻ 1ഉം 2ഉമാണ് അല്ലേ. തോട്ടിലെ ജീവികൾ നശിച്ചു, തോടാകെ മലീമസമായി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ്. ക്ലാസ്മേറ്റ്സ്. പൊണ്ണൻ കടുവയാണ് എല്ലാറ്റിനും മുൻകൈ എടുത്തത്. പലപാട് ചിതറിക്കിടക്കുന്ന സഹപാഠികൾക്കെല്ലാം കത്തയച്ചതും മൊബൈൽ നമ്പർ തേടിപ്പിടിച്ച് വിളിച്ചതുമെല്ലാം അവനാണ്. അറിയിപ്പ് കിട്ടിയവരെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ പഴയ ലാവണത്തിലെത്താൻ തുടങ്ങി. പൊണ്ണൻ പള്ളിക്കൂടത്തിനു വെളിയിൽ നിറചിരിയോടെ ഏവരെയും എതിരേറ്റു. കൈപിടിച്ചു കുലുക്കിയും കെട്ടിപ്പിടിച്ചും പഴയ സഹപാഠികൾ സ്നേഹം പ്രകടിപ്പിച്ചു. നേരം വൈകിയെന്നു കരുതി ധൃതി പിടിച്ചാണ് വേലുമുയൽ സ്കൂൾ ഗേറ്റിലെത്തിയത്. ഗേറ്റിൽ നിന്ന കടുവ ചങ്ങാതി 2 കൈയും നീട്ടി വേലുവിനെ സ്വീകരിച്ച് സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയി. ഏറെ വൈകാതെ പൊണ്ണൻ കടുവ കൈയും വായും നൊട്ടി നുണച്ചുകൊണ്ട് അടുത്ത ക്ലാസ്മേറ്റിനെ സ്വീകരിക്കാനായി സ്കൂൾ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. എം കൃഷ്ണദാസിൻ്റെ ഒരു കഥയാണ് നമ്മളിവിടെ വായിച്ചത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 9ാമത്തെ ചോദ്യം: സ്കൂളിൽ ഏത് പരിപാടിക്കാണ് മൃഗങ്ങളെല്ലാവരും ഒത്തുചേർന്നത്? ഏതു പരിപാടിക്കാണ്?
പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗമായിരുന്നു അല്ലേ? ഓപ്ഷൻ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം. 10ാമത്തെ ചോദ്യം, കടുവ കയ്യും വായും നൊട്ടി നുണച്ചുകൊണ്ട് വന്നു. ഈ വാക്യത്തിൽ നിന്നും എന്ത് കാര്യമാണ് മനസ്സിലാകുന്നത്? മുയലിനെ കടുവ ഭക്ഷിച്ചു, കടുവയ്ക്ക് ഉറക്കം വന്നു, കടുവയ്ക്ക് സന്തോഷം തോന്നി, കടുവയ്ക്ക് ക്ഷീണം തോന്നി. എന്തായിരിക്കും? മുയലിനെ കടുവ ഭക്ഷിച്ചു. അടുത്തത് ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് 11 to 13. Jay saw a new notice in the school notice board. Attention children, water the plants in the biodiversity garden only in the morning. ഇവിടെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് 11 തൊട്ട് 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ നോട്ടീസ് ബോർഡിൽ ജയ് ഒരു പുതിയ നോട്ടീസ് കണ്ടു. എന്താണ് അവൻ കണ്ടത്? ജൈവവൈവിധ്യ ഗാർഡനിലെ പ്ലാന്റുകൾക്ക് രാവിലെ വെള്ളം ഒഴിക്കണം എന്ന നോട്ടീസാണ് ജയ് കണ്ടത്. ജയ്ക്ക് അത്ഭുതമായി. എന്തുകൊണ്ടാണ് രാവിലെ വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത്? ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. പ്ലാന്റ്സ് സ്റ്റേ ഫ്രഷ് ഫോർ എ ലോങ് ടൈം വെൻ വി വാട്ടർ ദം ഇൻ ദി മോർണിംഗ്. പ്ലാന്റ്സ് കൂടുതൽ നേരം ഫ്രഷായി നിൽക്കുന്നത് നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുമ്പോഴാണ്. വാട്ടറിങ് ഇൻ ദ ഹോട്ട് ആഫ്റ്റർനൂൺ മേക്സ് ദ വാട്ടർ ഡ്രൈ അപ്പ് ക്വിക്ക്ലി. ചൂടുള്ള വൈകുന്നേരത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? വൈ ഡിഡ് ദ ടീച്ചർ സേ ദാറ്റ് ഇറ്റ് വാസ് ബെറ്റർ ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ മോർണിംഗ്? എന്തുകൊണ്ടാണ് ടീച്ചർ രാവിലെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത്? വൈകുന്നേരം വെള്ളം ഒഴിച്ചാൽ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോകും അല്ലേ? ഓപ്ഷൻ ബി വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ക്ലി ഇൻ ദി ആഫ്റ്റർനൂൺ. 12. വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ബൈ ദ നോട്ടീസ്? നോട്ടീസിലൂടെ എന്ത് ഐഡിയ ആയിരുന്നു കൺവേ ചെയ്തത്? എന്തായിരുന്നു? വെൻ ടു വാട്ടർ ദ പ്ലാന്റ്സ്. ഓപ്ഷൻ ഡി വെൻ ടു വാട്ടർ ദ പ്ലാന്റ്സ്. 13. ചൂസ് ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ബിക്കോസ് ദ വാട്ടർ ഡാഷ് ക്വിക്ക്ലി. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? ഡ്രൈ ആയി പോകും എന്നല്ലേ? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡിസപ്പിയേഴ്സ്, ഡാൻസസ്, ഷൈൻസ്, സ്ലീപ്സ്. ഏതായിരിക്കും അവിടെ ചേരുന്നത്? ഡിസപ്പിയേഴ്സ്, അപ്രത്യക്ഷമാകും. ഓപ്ഷൻ എ ഡിസപ്പിയേഴ്സ്. 14. ദ ക്യാറ്റ് മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ ടുവാർഡ്സ് ദ ബൗൾ വാച്ചിങ് എവരി വൺ കെയർഫുള്ളി. ഒരു പൂച്ച എല്ലാവരെയും നോക്കിക്കൊണ്ട് പതിയെ പതിയെ ബൗളിനടുത്തേക്ക് നടന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ വേർഡ്സ് അണ്ടർലൈൻ? അണ്ടർലൈൻ ചെയ്ത വാക്കുകൾക്ക് പകരം ഏത് വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? റഷ്ഡ്, ജംപ്ഡ്, ഇഞ്ചഡ്, ഗ്രാബ്ഡ്. ഏതായിരിക്കും? റഷ് എന്ന് വെച്ചാൽ എന്താണ്? തിരക്ക് പിടിച്ചു പോവുകയാണ് അല്ലേ? ജമ്പ് ചാടിപ്പോവുക. ഇഞ്ചഡോ? ഇഞ്ചെന്ന് പറയില്ലേ, പതിയെ പതിയാണ് ഇഞ്ചഡ്. ഗ്രാബ്ഡ് എടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ഇഞ്ചഡ്. 15. സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് ആൻസർ. കറക്റ്റ് സെറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോൾ എന്താണ്? ടോൾ ബിൽഡിംഗ്, സ്പൈസി സൂപ്പ്, ബ്രൈറ്റ് മോർണിംഗ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന സെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എ 2, ബി 4, സി 1. 16ാമത്തെ ചോദ്യം, ദ ബേബി ഈസ് ആസ് സോഫ്റ്റ് ആസ് എ ഫ്ലവർ. ഒരു കുഞ്ഞ് പൂവിനോളം തന്നെ സോഫ്റ്റ് ആണ് അല്ലേ? പൂ പോലെ തന്നെ മൃദുലമായതാണ് ഒരു കുഞ്ഞും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ദ സെയിം മീനിങ്? ഈ അർത്ഥം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദ ബേബി ഈസ് സോഫ്റ്റ് ലൈക്ക് എ ഫ്ലവർ. 17ാമത്തെ ചോദ്യം, കറക്റ്റായിട്ട് സ്പെല്ലിംഗ് തന്നിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ്. ദ വിസാർഡ് ഓഫ് ഓസ് ഈസ് എ സ്റ്റോറി ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് മിസ്റ്ററി. ഇവിടെ മിസ്റ്ററി എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. MYSTRY, മിസ്റ്ററി. അടുത്തത് ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 18ഉം 19നും ഉത്തരം നമ്മൾ എഴുതണം. ബി ബ്രേവ്, ബി ബോൾഡ്, ലെറ്റ് യുവർ ഹാർട്ട് ഹോൾഡ്. Try again, don't fear, success is always near. Stand up, smile bright, you can win any fight. ഇവിടെ ധൈര്യമായിട്ടിരിക്കാനും ബോൾഡായിട്ടിരിക്കാനും ഒക്കെയാണ് പറയുന്നത് അല്ലേ? സക്സസ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നമ്മൾ എന്തും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിജയിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം? പോയത്തിൻ്റെ ഐഡിയ എന്താണ്? ഓപ്ഷൻ ഡി ആണ്.
ഫേസ് ദ ലൈഫ് വിത്ത് കറേജ്. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ധൈര്യത്തോടെ ജീവിതത്തെ നേരിടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അടുത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സിൻ്റെ കറക്റ്റായിട്ടുള്ള സെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫാർ, നിയർ, സ്മൈൽ, വിൻ. അവിടെ തെറ്റിപ്പോയി അല്ലേ? അപ്പോൾ അതല്ല. ബോൾഡ്, ഹോൾഡ്, ഫിയർ, നിയർ, ബ്രൈറ്റ്, ഫൈറ്റ്. അത് ശരിയാണ്. ബ്രൈറ്റ്, ഫൈറ്റ്, ബ്രേവ്, ഹാർട്ട്. അതും തെറ്റിപ്പോയി. എഗെയിൻ, ഓൾവേസ്. അതും തെറ്റിപ്പോയി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. ബോൾഡ്, ഹോൾഡ്, ഫിയർ, നിയർ, ബ്രൈറ്റ്, ഫൈറ്റ്. 20ാമത്തെ ചോദ്യം. Linu whispered the answer hesitantly. Which of the following indicate words opposite in meaning of the word underlined? വിസ്പേർഡ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പതിയെ പറയുന്നതിനാണ് വിസ്പേർഡ് എന്ന് പറയുക അല്ലേ? അപ്പോൾ ഉച്ചത്തിൽ പറയുന്നതാണ് ഓപ്പോസിറ്റ്. ഏതൊക്കെയാണ്? കോൾഡ് ഔട്ട്, ഷൗട്ടഡ്. ഓപ്ഷൻ എ 2 and 4 ആർ കറക്റ്റ്. അടുത്തത് ഗണിതമാണ്. അക്കങ്ങളുടെ തുക 10 മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലുതിനെക്കുറിച്ച് ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അക്കങ്ങളുടെ തുക 10 മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായിരിക്കും? 9 + 1 + 0 910 അല്ലേ? അപ്പോൾ സംഖ്യ നമുക്ക് കിട്ടി 910. ആ സംഖ്യയുടെ 1ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. തെറ്റാണ്. ആ സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. ശരിയാണ്. ആ സംഖ്യയിൽ 0 ഉണ്ടായിരിക്കില്ല. തെറ്റാണ്. ആ സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 22ാമത്തെ ചോദ്യം. നിതിൻ രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു. 10:40 തൃശ്ശൂർ എത്തി. ഇനിയും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താൽ കോട്ടയത്തെത്തും. കോഴിക്കോട് നിന്ന് കോട്ടയത്തെത്തുന്നതിന് എടുക്കുന്ന സമയം എത്രയാണ്? രാവിലെ 8 മണിക്ക് പുറപ്പെട്ടു, 10:40 തൃശ്ശൂർ എത്തി. അപ്പോഴെത്ര സമയം എടുത്തു? 2 മണിക്കൂറും 40 മിനിറ്റും എടുത്തു. അതിൻ്റെ കൂടെ ഇനി 2 മണിക്കൂറും 50 മിനിറ്റും കൂടി എടുത്താൽ കോട്ടയത്തെത്തും. അപ്പോഴെത്ര എടുക്കും മൊത്തം? 4 മണിക്കൂറും 90 മിനിറ്റും എടുക്കും. 4 മണിക്കൂറും 90 മിനിറ്റും എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 മണിക്കൂറും 30 മിനിറ്റും എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 5 മണിക്കൂർ 30 മിനിറ്റ്. 23ാമത്തെ ചോദ്യം. ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച 3-ാം തീയതി ആണെങ്കിൽ ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തീയതി എത്രയാണ്? എത്രയായിരിക്കും? 31 ആയിരിക്കും. ഓപ്ഷൻ ബി 31. അടുത്തത് താഴെ കൊടുത്തവയിൽ 45 × 8 തുല്യമായത് ഏതാണ്? 45 × 8 തുല്യമായത് ഏതായിരിക്കും? 40 × 8 + 5 × 8. ഓപ്ഷൻ സി. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1971 കിട്ടിയെങ്കിൽ ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ നമ്മൾ ആ സംഖ്യ കണ്ടുപിടിക്കണം. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 1971 9 കൊണ്ട് ഹരിക്കുമ്പോൾ 219 എന്ന് ഉത്തരം കിട്ടും. അതാണ് നമ്മുടെ സംഖ്യ. തൊട്ടടുത്ത സംഖ്യ 219ൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ എത്രയാണ്? 220. അതിനെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 1980 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ 1980 എന്ന് വരുന്നത് നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ സി 1971 + 9. 26ാമത്തെ ചോദ്യം. 10 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കൂ. ഇത് 104 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അത് തെറ്റാണ്. ഇത് 1 മീറ്ററിനേക്കാൾ കുറവാണ്. അത് ശരിയാണ്. ഇത് 1 മീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ്. ആണോ? അല്ല, തെറ്റാണ്. ഇത് 104 മില്ലിമീറ്ററിന് തുല്യമാണ്. അത് ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ 2ഉം 4ഉം. അടുത്ത സംഖ്യ ഏത്? 8, 18, 30, 44, 60. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അടുത്ത സംഖ്യ? അതിന് നമ്മൾ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. ഓരോ സംഖ്യകളുടെയും ഇടയിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 10, 12, 14, 16 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 18 ആയിരിക്കും. അത് നമ്മുടെ 60ൻ്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 78 എന്ന ഉത്തരം കിട്ടും. അതാണ് നമ്മുടെ ആൻസർ 78. അടുത്തത് താഴെ കൊടുത്ത സംഖ്യകളെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ 6489 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ഓപ്ഷൻ സി 6458.
29 ഒന്നാം കോളത്തിലെ സംഖ്യകൾക്ക് തുല്യമായ സംഖ്യകൾ രണ്ടാം കോളത്തിലുണ്ട്. 3000, 10, 100, 8, 1 എത്രയാണ്? 4008. സി ആണ്. 2, 2000, 20, 100, 8, 10, 8, 1 4088. ഡി. 3, 3000, 18, 100, 7, 10, 11 4880. എ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. 1 സി, 2 ഡി, 3 എ. 30ാമത്തെ ചോദ്യം. ഒരു പ്രസ്താവനയും കാരണവും തന്നിരിക്കുന്നു. പ്രസ്താവന താഴെയുള്ള ചിത്രം ഒരു ദീർഘചതുരമാണ്. ആണോ? അല്ല, ഒരു പാരലലോഗ്രാം ആണ്. സമാന്തരികം അല്ലേ? കാരണം 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ദീർഘചതുരമാണ്. ആണോ? അല്ല, തെറ്റാണ്. അപ്പോൾ നമ്മുടെ പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഓപ്ഷൻ ബി. അടുത്തത് പരിസര പഠനം അഥവാ EVSൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പ്രകൃതിദത്ത ആവാസത്തിൻ്റെ ശരിയായ കൂട്ടം ഏതാണ്? പുഴ, വനം, കണ്ടൽക്കാട്, അണക്കെട്ട്. അണക്കെട്ട് പ്രകൃതിദത്തമാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. കടൽ, പുഴ, അരുവി, അണക്കെട്ട് അതും തെറ്റാണ്. പുൽമേട്, കുറ്റിക്കാട്, കണ്ടൽക്കാട്, മിയാവാക്കി വനം അതും തെറ്റാണ്. മിയാവാക്കി വനം മനുഷ്യനിർമ്മിതമാണ്. ഡി. കടൽ, കായൽ, പുഴ, കണ്ടൽക്കാട് അതാണ് ശരി. ഓപ്ഷൻ ഡി. കടൽ, കായൽ, പുഴ, കണ്ടൽക്കാട്. അടുത്തത്. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോയ കുട്ടികൾ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ദിസ്പൂരിൽ പോയി ബിഹു ഉത്സവവും കണ്ടു. അവർ സന്ദർശിച്ച സംസ്ഥാനം ഏതാണ്? ആസാം. ആസാമിൻ്റെ തലസ്ഥാനമാണ് ദിസ്പൂർ. ബിഹു അവരുടെ ഉത്സവമാണ്. താഴെ പറയുന്നവയിൽ കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നീളം കൂടിയ പിൻകാലുകൾ, വിയർപ്പിലൂടെ ജലനഷ്ടം കൂടുതലാണ്, മാളങ്ങൾക്ക് ആഴം കുറവാണ്, ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. 1ഉം 4ഉം ശരി. 34ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അവ നടന്ന വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമാണ്? 1930ലാണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950ലാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1947ലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 3. അങ്ങാടിക്കുരുവി, മലമുഴക്കി, വേഴാമ്പൽ തുടങ്ങിയ പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ പക്ഷികളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏതായിരിക്കും? ഏറ്റവും ഉചിതമായതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷി സങ്കേതങ്ങൾ സന്ദർശിക്കുക, സ്കൂളുകളിൽ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുക, ഉയർന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുകയും ചെയ്യുക. അതാണ് ശരിയല്ലേ? ഓപ്ഷൻ സി അതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്. പ്രസ്താവന. അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ബാഷ്പീകരണം മൂലമാണ്. അത് ശരിയാണോ? പ്രസ്താവന ശരിയാണ്. കാരണം ശരിയാണോ എന്ന് നോക്കാലോ. ബാഷ്പം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ശരിയാണോ? അല്ല അല്ലേ? അത് തെറ്റാണ്. അപ്പോൾ പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ എ. പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. 37ാമത്തെ ചോദ്യം. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? വ്യാഴം, ശുക്രൻ, ചൊവ്വ, യുറാനസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, യുറാനസ്. അടുത്തത്. നാടൻ പാട്ടുകൾക്ക് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ഈണങ്ങളും വരികളും ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും? ഓരോ പ്രദേശത്തെയും ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഭാഗമായതിനാൽ, കൃത്യമായ താള നിബന്ധനകൾ പാലിക്കാത്തതിനാൽ, അവ വെവ്വേറെ രേഖപ്പെടുത്തി വെച്ചതിനാൽ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓരോ പ്രദേശത്തെയും ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ. 39. പ്രസ്താവന. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ ദൃശ്യമാകുന്നു. അത് ശരിയാണല്ലേ? കാരണം ഭൂമി ചന്ദ്രനെ ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. കാരണം ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന ശരി, കാരണം തെറ്റ്.
40ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തൂ. സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. മാപ്പിളപ്പാട്ട് രചയിതാവ് മോയിൻകുട്ടി വൈദ്യർ. മംഗലം കളി, കല്യാണക്കളി, ഹംസവും ദമയന്തിയും, രാജാ രവിവർമ്മ. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. 1 സി, 2 ഡി, 3 എ, 4 ബി. അടുത്തത് പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ്. 41ാമത്തെ ചോദ്യം, ഡ്രാഗൺ ഫ്രൂട്ട് കള്ളിച്ചെടിയുടെ വർഗത്തിലുള്ള ചെടിയാണ്. അത് ശരിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഉൾക്കാമ്പിന് പച്ച നിറമാണ്. അത് തെറ്റാണ്. സ്ട്രോബെറി പിയർ എന്ന് അറിയപ്പെടുന്ന ഫലം ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ശരിയാണ്. കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ സാധിക്കില്ല. അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. അടുത്തത് 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ശരിയാണ്. 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി. 43ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിയം 4 എന്ന ദൗത്യത്തിലൂടെയാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത്. അത് ശരിയാണ്. സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത്. അതും ശരിയാണ്. തമിഴ്നാട് സ്വദേശിയാണ് ശുഭാംശു ശുക്ല. അത് തെറ്റാണ്. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 44, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. മുകളിൽ നൽകിയിട്ടുള്ള എല്ലാ സൂചനകളും ശരിയായി വരുന്ന ഉത്തരം ഏതാണ്? ഇരവികുളം. ഓപ്ഷൻ ബി ഇരവികുളം. അടുത്തത്, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളും അവയുടെ തനത് കലാരൂപങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. കേരളത്തിലെ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. ഉത്തർപ്രദേശ് കഥക്. കർണാടക യക്ഷഗാനം. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള കൂട്ടം ഏതാണ്? ഓപ്ഷൻ സി 1 ഡി, 2 എ, 3 ബി. 46ാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതാണ്? തട്ടേക്കാട് എറണാകുളം. ശരിയാണ്. കുമരകം കോട്ടയം. ശരിയാണ്. ചൂലന്നൂർ വയനാട്. ശരിയാണോ? തെറ്റാണ്. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാടാണ്. കടലുണ്ടി മലപ്പുറം. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1, 2, 4. ഓപ്ഷൻ എ 1, 2, 4. കേരള ചരിത്രത്തിലെ ചില സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? കേരള സംസ്ഥാന രൂപീകരണം 1950. ശരിയാണോ? തെറ്റാണ്. 1956 വാസ്കോഡ ഗാമ കേരളത്തിലെത്തി 1498. അത് ശരിയാണ്. പുന്നപ്ര വയലാർ സമരം 1946. അതും ശരിയാണ്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു 1991. അത് തെറ്റാണ്. 2025 പ്രഖ്യാപിച്ചതല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളതല്ലേ? 2ഉം 3ഉം. ഓപ്ഷൻ ഡി. കേരള സംസ്ഥാനത്തിൻ്റെ ചില സവിശേഷതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഇവയിൽ തെറ്റായവ ഏത്? തെറ്റായതാണ് കേട്ടോ പറയേണ്ടത്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം. അത് ശരിയാണ്. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളും 20 ലോകസഭാ മണ്ഡലങ്ങളും ഉണ്ട്. അതും ശരിയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അത് തെറ്റാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അത് തെറ്റാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 3ഉം 4ഉമാണ്. ഓപ്ഷൻ സി 3ഉം 4ഉം. അടുത്തത്, ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ 3 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അത് തെറ്റാണ്. 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 2026 ലോകകപ്പ് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് നടത്തുന്നത്. അത് ശരിയാണ്. 3 രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പാണിത്. അതും ശരിയാണ്. അടുത്ത ലോകകപ്പിനുള്ള ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രിയോണ്ട എന്നാണ്. അതും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി 2, 3, 4.
50-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏതാണ്? കാസർഗോഡ് തിരുവനന്തപുരം, മംഗലാപുരം തിരുവനന്തപുരം, എറണാകുളം ബംഗളൂരു എന്നീ റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസുണ്ട്. അത് ശരിയാണ്. കൊച്ചി തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസുണ്ട്. അത് തെറ്റാണ്. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി ദിബ്രുഗഡ് വരെ പോകുന്ന ട്രെയിനിൻ്റെ പേര് വിവേക് എക്സ്പ്രസ് എന്നാണ്. അത് ശരിയാണ്. വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തുന്നു. അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നില്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.